യേശുവിൻ്റെ ഒരൊറ്റ വാക്കിനാൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് പരിഹാരം ലഭിക്കുവാൻ പോകുന്നു. ഒരു ശതാധിപൻ തൻ്റെ ബാല്യക്കാരന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ ശതാധിപൻ്റെ വിശ്വാസത്തെയും താഴ്മയെയും മറ്റുള്ളവരോടുള്ള കരുണയെയും മാനിച്ച് യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ അവനെ സൗഖ്യമാക്കുമെന്നാണ്. മറ്റൊരാൾ ഒരു രോഗിക്ക് വേണ്ടി അപേക്ഷിച്ചപ്പോൾ സർവശക്തനായ ദൈവം വിടുതൽ നൽകിയെങ്കിൽ അവനവൻ ആവശ്യബോധത്തോടെ നിലവിളിക്കുന്ന വിഷയത്തിൻ്റെ മേൽ കർത്താവ് മറുപടി തരാതിരിക്കുകയില്ല. വചനം പറയുന്നത്, രക്ഷിപ്പാൻ കഴിയാതവണ യഹോവയുടെ കൈ കുറിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതവണ യഹോവയുടെ ചെവി മന്ദമായിട്ടുമില്ല. പക്ഷേ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തമാണ് നമ്മുടെ പല വിഷയങ്ങൾക്കും മറുപടി ലഭിക്കാതെ അലയേണ്ടി വരുന്നത്. ഇവിടെ ശതാധിപൻ പറയുന്നത് തൻ്റെ വീട്ടിലേക്ക് യേശു കയറി ചെല്ലുന്നതിന് തനിക്ക് ഒരു യോഗ്യതയുമില്ല എന്നാണ്. അത് താൻ കർത്താവിൻ്റെ മുമ്പിൽ സമ്മതിക്കുകയാണ് ചെയ്തത്. തൻ്റെ വിനയവും കുറവ് സമ്മതിക്കുവാനുള്ള ധൈര്യവും കണ്ടപ്പോൾ യേശു കർത്താവ് മൗനമായിരുന്നില്ല. നമ്മുടെ വിഷയങ്ങൾ കർത്താവ് കാണാതെ പോകുന്നവനല്ല. നമുക്ക് വിടുതൽ തരണമെന്ന് നാം ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് നനച്ചതാണ്. പക്ഷേ ജീവിതത്തിൽ എന്തൊക്കെയോ നാം സമ്മതിക്കേണ്ടതുണ്ട്, കർത്താവിൻ്റെ മുമ്പിൽ താഴേണ്ടതുണ്ട്. നമുക്ക് പൂർണ്ണ വിശ്വാസവും ആവശ്യമാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി യേശു ചിലത് കൽപ്പിക്കുവാൻ പോകുന്നു. തന്നെത്താൻ താഴ്ത്തുന്നവർക്ക് വേണ്ടി ഇന്ന് ചില അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. തൻ്റെ അധികാരത്തിന് കീഴിലുള്ളവർ ശതാധിപനെ അനുസരിക്കുന്നു. അതിനാൽ തന്നേക്കാൾ സകല രോഗങ്ങളിന്മേലും പ്രകൃതിയിലെ സർവ്വശക്തിയിന്മേലും അധികാരമുള്ള കർത്താവ് നേരിട്ട് രോഗിയുടെ അടുക്കൽ ചെല്ലാതെ തന്നെ ഒരു വാക്ക് കൽപ്പിച്ചാൽ സൗഖ്യം ലഭിക്കുമെന്ന് ശതാധിപൻ ഉറച്ചു വിശ്വസിച്ചു. കർത്താവിന് ദൂരമോ സമയമോ കാലമോ പകലോ രാത്രിയോ ഒന്നും ഒരു പ്രശ്നമേ അല്ലെന്ന് തനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്ന തടസ്സങ്ങൾ ഒരു തടസ്സമേ അല്ല. പക്ഷെ കർത്താവിന് പ്രവർത്തിപ്പാൻ മനസ്സുണ്ട്. ഏൽപ്പിച്ചു കൊടുപ്പാൻ ആരാണ് തയ്യാറാവുന്നത്?